കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കോട് ചുറ്റിയെന്ന് ഡോക്ടർ പറയുകയോ അഥവാ സ്കാനിംഗ് റിപ്പോർട്ടിൽ കോഡ് അറൗണ്ട് ദ നെക്ക് എന്ന് കണ്ടാലോ പെട്ടെന്ന് അമ്മമാർക്ക് ടെൻഷനാവും. ഇനി തൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം കാരണമാണോ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കോട് ചുറ്റിയതെന്നാണ് പല അമ്മമാരും സംശയിക്കുന്നത്. കുഞ്ഞിനി ശ്വാസം കിട്ടുമോ, അതല്ലെങ്കിൽ നോർമൽ ഡെലിവറി നടക്കില്ലേ, സിസേറിയൻ ആയിരിക്കും നടക്കുക എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും. അതോ അമ്മ ഇനി എഴുന്നേൽത്തിരുന്നിട്ട് തിരിഞ്ഞു കിടക്കാത്തത് കാരണമാണോ എന്നൊക്കെയാണ് പലരുടെയും സംശയങ്ങൾ. സ്കാനിങ്ങിലൂടെ മാത്രമാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കോട് ചുറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കോട് ചുറ്റിയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 15 മുതൽ 30% കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നു. എന്നാൽ വളരെ അപൂർവമായി ഇത് കുഞ്ഞിൻ്റെ ജീവന് അപകടം വരുത്തുകയും ചെയ്യുന്നുണ്ട്. 16 ആഴ്ചയായ ഒരു ഗർഭത്തിൽ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പൊക്കിൾക്കോട് ചുറ്റുന്നത് 2 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കഴുത്തിൽ സിംഗിളായിട്ട് മാത്രമായിരിക്കും കോഡ് ചുറ്റിയിട്ടുണ്ടാവുക, അതും ലൂസായിട്ടായിരിക്കും ചുറ്റിയിട്ടുണ്ടാവുക. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിലുള്ള പൊക്കിൾക്കൊടി 2 ചുറ്റായിരിക്കും, അതും ടൈറ്റായിട്ടായിരിക്കും ചുറ്റിയിട്ടുണ്ടാവുക. പൊക്കിൾക്കൊടി കഴുത്തിൽ മാത്രമല്ല കുഞ്ഞിൻ്റെ ദേഹത്തും ചുറ്റാവുന്നതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നതെന്ന് നോക്കാം. കുഞ്ഞ് അമിതമായി തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായും കോഡ് കഴുത്തിനുള്ളിൽ ചുറ്റുന്നത്. പൊക്കിൾക്കൊടിക്ക് നീളം കൂടുതലാണെങ്കിലും കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിലും കുഞ്ഞ് ഒരുപാട് തിരിയുകയും മറിയുകയും ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നതായി കാണാറുണ്ട്. ഇനി ട്വിൻ പ്രഗ്നൻസി ആണെങ്കിൽ ട്വിൻ പ്രഗ്നൻസിയിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പൊക്കിൾക്കൊടിക്ക് എന്തെങ്കിലും അബ്നോർമലായിട്ട് ഷേപ്പ് വ്യത്യാസമുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിച്ചേക്കാം. ഈ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കോഡ് ചുറ്റണമെന്നുമില്ല. പൊക്കിൾക്കൊടി ചുറ്റി എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് ശ്വാസം മുട്ടുകയോ രക്തയോട്ടം തടസ്സമാവുകയോ ചെയ്യുന്നില്ല. അപൂർവം ചില കേസുകളിൽ മാത്രമാണ് കുഞ്ഞിന് ഭീഷണിയായി വരുന്നത്. കുഞ്ഞിന് ഓക്സിജനും പോഷകവും എല്ലാം പൊക്കിൾക്കൊടിയിലൂടെയാണ് കിട്ടുന്നത്. ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്യാനും അത് കുടിക്കാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സപ്ലൈയും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിന് തന്നെ പ്രശ്നമായേക്കാം. വളരെയധികം റെയറായിട്ടുള്ള കേസുകളിലാണ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പലർക്കുമുള്ള ഡൗട്ടാണ്, അമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണമാണോ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നത് എന്നത്. ശരിക്കും അമ്മ എഴുന്നേറ്റിരുന്നിട്ട് തിരിഞ്ഞു കിടക്കാഞ്ഞിട്ടോ ഒന്നുമല്ല കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നത്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കാരണം മാത്രമാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുന്നത്. ചില സന്ദർഭങ്ങളിൽ കുഞ്ഞ് മൂവ് ചെയ്യുന്നതോട് തന്നെ ഈ കോഡ് ചുറ്റിയത് തന്നെ അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. കോഡ് ചുറ്റിയെന്നറിഞ്ഞാൽ ഉടനെ തന്നെ ചിലരെങ്കിലും പറയും നോർമൽ ഡെലിവറി വേണ്ട, സിസേറിയൻ മതി എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ചില കേസുകളിൽ ഡോക്ടർ തന്നെ മോണിറ്റർ ചെയ്തിട്ട് നോർമൽ ഡെലിവറി ആക്കാറുണ്ട്. ഇനി കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ സി സെക്ഷനിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ കോഡ് ചുറ്റിയ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് കരിവാളിപ്പ് പോലെ കാണാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിലെല്ലാം ഡോട്ട് പോലെ കാണാറുണ്ട്. റെഡോ പർപ്പിളോ കളറിലൊക്കെ കാണാറുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളിലും ഇങ്ങനെ കാണണമെന്നില്ല, ചില കുഞ്ഞുങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇനി പൊക്കിൾക്കൊടി ചുറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. അത് നിങ്ങളോട് ഡോക്ടർ കോഡ് ചുറ്റിയെന്നറിയുമ്പോൾ പറയുന്നതാണ്. ഇനി കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരുപാട് നേരത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ കൂടുതലായും ഇടത്തെ സൈഡ് തന്നെ കിടക്കാൻ ശ്രമിക്കുക. ഈ ടൈമിൽ നടക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. ഒരുപാട് നേരം കുനിഞ്ഞു നിന്നുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക. പെട്ടെന്നുള്ള നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. മെല്ലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പെട്ടെന്ന് കിടന്നിട്ട് വേഗം തിരിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക.
ഈ കോഡ് ചുറ്റിയത് ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. ശരിക്കും കോഡ് ചുറ്റിയതിന് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മയുടെ മൂവ്മെൻറ്റ്സ് കാരണമൊന്നുമല്ല കുഞ്ഞിൻ്റെ ഇങ്ങനെ സംഭവിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചുറ്റുന്ന കോഡ് നെക്സ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയത് മാറിയതായിട്ടും കാണാം. കോഡ് ചുറ്റി എന്ന് വിചാരിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഗർഭകാലം നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.